ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഷോർട്ട് കുർത്തി എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. 2.5 മീറ്റർ കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ലൈനിങ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ടാണ് നമ്മൾ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൺ എന്നൊരു ഓപ്ഷനുണ്ട്, അതും കൂടെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴിയാണ് നമ്മുടെ വീഡിയോസ് കാണാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കണേ. നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശവും ചീത്ത വശവും ഉണ്ടാവുമല്ലോ, അകവും പുറവും. അപ്പോൾ നല്ല വശം നമ്മൾ പുറത്ത് നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു സൈഡ് നല്ല വശമായിട്ടും അല്ലാത്ത ചീത്ത വശമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ ചീത്ത വശത്ത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ മാർക്കിങ്ങും ചെയ്യുന്നത്. സ്റ്റിച്ചിങ്ങിൻ്റെ ബാക്കിയുള്ളതൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് എടുക്കാം. അതിനു മുമ്പ് നമ്മൾ ടോട്ടൽ 4ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഫോൾഡിങ് വരുന്ന സൈഡിൽ നിന്നിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു വശം ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആ ഭാഗത്താണ് നമ്മൾ നമ്മുടെ നെക്കൊക്കെ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡറിൻ്റെ ലെങ്ത്ത് ഇവിടെ വരുന്നത് ടോട്ടൽ വരുന്നത് 15 ആണ്, 15. അപ്പോൾ നമുക്ക് അതിൻ്റെ പകുതിയായിട്ട് 7 ആണ് ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് ഞാനിപ്പോൾ ആം ഹോൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അതെടുത്തിരിക്കുന്നത് ഒരു 6, 6.5 ഒക്കെ ആയിട്ട് എടുക്കാം നമുക്ക്. ആം ഹോൾ ഇപ്പോൾ 6 എടുക്കുകയാണെങ്കിൽ 1/2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് അല്ലെങ്കിൽ തയ്യത്തുമ്പായിട്ട് എടുക്കാം. ആം ഹോൾ കർവ് 1 ഇഞ്ചായിട്ട് എടുത്തിട്ട് നമ്മൾ ചെരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് ചെസ്റ്റ് റൗണ്ടാണ്. 30 ഇതിൽ ചെസ്റ്റ് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 30/4 7.5 എടുക്കുന്നത്. പ്ലസ് നമ്മളൊരു 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം ആ 7.5 നിന്ന് മാർക്ക് ചെയ്യുക, പിന്നെ 2 ഇഞ്ച് എക്സ്ട്രാ അല്ലെങ്കിൽ 1.5 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യാം. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന വേസ്റ്റ് റൗണ്ട് എടുക്കാം. ചെസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് വേസ്റ്റ് റൗണ്ട് നമുക്കിവിടെ 6 വരുന്നത്. 4 എടുക്കുമ്പോൾ 6 വരുന്നത്. 24 ഉള്ളത്. അപ്പോൾ 6ൻ്റെ കൂടെ ഞാനിപ്പോൾ 2 ഇഞ്ചും കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ 2 പോർഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഹിപ്പ് റൗണ്ട് 33 നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് 33/4 വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഹിപ്പ് റൗണ്ടും കൂടെ മാർക്ക് ചെയ്യാം. ഹിപ്പ് റൗണ്ട് ഒരു 8.5 എടുത്തിട്ടുണ്ട്. ടോട്ടൽ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഹിപ്പ് റൗണ്ട് എടുക്കുമ്പോഴും അവിടെ ഒരു 1 ഇഞ്ചോ ഒക്കെ ആയിട്ട് നമുക്ക് സീം അലവൻസ് വിട്ടിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു ക്ലോത്തിന് എടുത്തിരിക്കുന്നത് ടോട്ടൽ ലെങ്ത് ഒരു 27 ആണ്. പ്ലസ് 2 ഇഞ്ച് കൂടി നമ്മൾ താഴത്ത് മടക്കി അടിക്കാനും മേളിൽ കൂട്ടിയടിക്കുമ്പോൾ പോകുന്നതും കൂടെ വെച്ചിട്ടൊരു 2 ഇഞ്ചും കൂടെ കൂട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ സ്ലിറ്റ് മുകളിൽ നിന്ന് 19 ഇഞ്ച് താഴത്തേക്ക് സ്ലിറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു ഇതായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് വശത്തെ ഒരു വിരിവുണ്ട്, അതും കൂടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം നമ്മൾ ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിലത്തെ പീസ് മാത്രം എടുത്തിട്ട് അതിൻ്റെ കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടണം. അത് കൈക്കുഴിയുടെ ആകെ ടോട്ടൽ മേളിൽ നിന്ന് ഒരു പകുതി ഭാഗം എടുത്തിട്ട് ആ പകുതി ഭാഗത്തു നിന്ന് വേണം ഇതുപോലെ കുഴിച്ച് വെട്ടാനായിട്ട്. കുറച്ചും കൂടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെക്ക് നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല, സ്റ്റിഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്കിൻ്റെ ഭാഗത്തൊന്നും ചെയ്യേണ്ട. ബാക്കിയുള്ളത് മാർക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ 4ആയിട്ട് നമ്മൾ മടക്കിയ ആ ഒരു പോർഷൻസിൽ വരുന്ന മേളത്തെ ഭാഗം മാത്രം കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് രണ്ടെണ്ണമായിട്ട് ഫ്രണ്ടും ബാക്കും ആയിട്ട് സെപ്പറേറ്റ് പീസായിട്ട് കിട്ടും. അത് രണ്ടും മാറ്റി വെച്ചിട്ട് ബാക്കി വരുന്ന പീസിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ സ്റ്റിഫ് വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ നെക്കിൻ്റെ സ്റ്റിഫ് വയ്ക്കാനായിട്ടുള്ള ഒരു തുണി എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ നിങ്ങൾക്ക് സ്ലീവ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ സ്ലീവിനുള്ള തുണി കിട്ടുവാണെങ്കിൽ അതും എടുത്തിട്ട് അതിൽ നിന്ന് യൂസ് ചെയ്യാം ബാക്കി വരുന്ന പീസിൽ നിന്ന്. ഇനി ഇതിലിപ്പോൾ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടാണ് തൽക്കാലം കുർത്തി തയ്ക്കുന്നത്. നെക്കിൽ നമുക്ക് സ്റ്റിഫ് വയ്ക്കാം. സ്റ്റിഫ് വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിഫ് എടുത്തിട്ട് അല്ലെങ്കിൽ ക്യാൻവാസ് എന്നൊക്കെ പറയും, ഏതായാലും നമ്മൾ ക്യാൻവാസ് അല്ലെങ്കിൽ സ്റ്റിഫ് എടുത്തിട്ട് ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ നെക്കിന് എന്തോരം ലെങ്ത്ത് വേണം അതെടുക്കാം. അതിനനുസരിച്ച് നെക്ക് വിഡ്ത്തും എടുക്കുക. അത് രണ്ടും മാർക്ക് ചെയ്യുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നെക്ക് ഫ്രണ്ടിലെ ലെങ്ത്ത് ഫ്രണ്ട് നെക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ 5.5 അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്തിട്ട് 6 എടുക്കുന്ന ലെങ്ത്ത്. ഇനി മേളിലേക്ക് നെക്ക് വിഡ്ത്താണ് എടുക്കുന്നത്. അത് ഒരു 2.5 ഇഞ്ചൊക്കെ മതി. അല്ലെങ്കിൽ തീരെ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 2 ഒക്കെ മതി. നമ്മളിവിടെ എടുത്തിരിക്കുന്ന നെക്ക് വിഡ്ത്ത് 2.5 വേണമെങ്കിൽ നിങ്ങൾക്ക് വൈഡാക്കിയിട്ട് 3 ആക്കി എടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നെക്ക് വൈഡാവും.
ഇനി ബാക്കി അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഭാഗത്ത് ഇതുപോലെ ഒരു 3/4 ഇഞ്ച് 1 ഇഞ്ചൊക്കെ വിട്ടിൽ നമ്മൾ കുറച്ചങ്ങ് അടിയിൽ ഇറക്കി വരച്ചിട്ട് അതുപോലെ തന്നെ നെക്കിൻ്റെ ആ മേലത്തെ ഭാഗം നെക്ക് വിട്ടെടുത്ത ഭാഗത്തും കുറച്ച് ചെറുതായിട്ടൊരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത്രയും വരച്ചിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കിലത്തെ നെക്ക് എടുക്കാം. ബാക്കിലത്തെ നെക്കും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നെക്ക് വിട്ടും ലെങ്ത്തും അടയാളപ്പെടുത്തി ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇവിടെ നമ്മൾ ബാക്കിൽ ഒരുപാട് ലെങ്ത്ത് എടുക്കുന്നില്ല, ഒരു 3.5 എടുക്കുന്നത്, പ്ലസ് 1/2 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്ത് 4 എടുക്കുന്നത്. അതുപോലെ തന്നെ സെയിം നെക്ക് വിട്ട് സെയിം ആയിരിക്കും, 2.5 തന്നെ എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ സ്ട്രെയിറ്റ് വരച്ചിട്ട് അതിനകത്ത് ഒരു 1 ഇഞ്ച് ഇറക്കി പുറമേ നിന്ന് 1 ഇഞ്ച് കവർ ചെയ്ത് വരയ്ക്കാം. ഇത്രയും വരച്ചതിന് ശേഷമാണ് നമ്മൾ അതിനുള്ളിലുള്ള ഷേപ്പ്, നെക്കിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലത്തെ നെക്കിൻ്റെ സ്ക്വയർ തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ വേറെ ഷേപ്പായിട്ടൊന്നും വരയ്ക്കുന്നില്ല. ബാക്കിൽ യു നെക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ബാക്കിൽ മാത്രം ഇവിടെ നിന്ന് നമ്മൾ ടോട്ടൽ നെക്ക് ലെങ്ത്തിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ പകുതിയിൽ നിന്ന് ചെറുതായിട്ട് ഉള്ളിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നെക്കിൻ്റെ ആ അറ്റം വരെ ഒന്ന് ഇതുപോലെ കർവ് രീതിയിൽ വരച്ചെടുക്കുന്നുണ്ട്. പകുതി നെക്കിൻ്റെ ലെങ്ത്തിൽ നിന്ന് പകുതി എടുത്തിട്ട് അവിടെ ഒരു പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് ഒന്ന് കുഴിച്ച് വരച്ചിട്ട് നമ്മൾ നെക്ക് യു പോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു വിരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ വരയ്ക്കുന്നത്. അതുപോലെ ആദ്യം പറഞ്ഞ നെക്ക് വിട്ടിൻ്റെ ആ ഭാഗത്തും ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ അത് അങ്ങനെ തന്നെ അത് ഇതുപോലെ വരച്ചെടുക്കുക. ഇത് സെയിം തന്നെയാണ് ഫസ്റ്റ് മേളിലും ചെയ്തിരിക്കുന്നത്. അത് സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ വരച്ചെന്നേ ഉള്ളൂ, വീനക്കല്ല സ്ക്വയർ നെക്ക് ആയതുകൊണ്ട്. ഇത് രണ്ടും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി അത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ആ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. മുകളിലത്തെ ഏറ്റവും മുകളിൽ നിന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോർഷനിൽ നിന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഉള്ളിൽ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന സ്റ്റിഫ് നമുക്ക് എടുത്ത് അയൺ ചെയ്തിട്ട് വേറൊരു പീസ് തുണിയിൽ അയൺ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലോത്തിൻ്റെ ബാലൻസ് പീസ് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും എക്സ്ട്രാ നമ്മുടെ കയ്യിൽ തുണി ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ലൈനിങ് പീസോ അങ്ങനെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഏത് ക്ലോത്ത് ആണെങ്കിലും വെക്കാം. കാരണം നമ്മുടെ ഉള്ളിൽ പോകുന്നതാണ്, നമ്മൾ പുറമെ കാണുന്നൊരു ഭാഗമല്ല, അതുകൊണ്ട് നമുക്ക് ഏത് ക്ലോത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ ഓൾറെഡി ഉള്ള നല്ല ക്ലോത്തിന് സെയിം കളറാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് ഇരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ ക്ലോത്ത് ആണെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമ്മൾ സ്ക്വയർ നെക്ക് സ്റ്റിഫിൽ വരച്ചപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് അങ്ങ് പോകുമായിരുന്നു. ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ച പോലെ ചെറുതായിട്ടൊന്ന് വിരിവ് കൊടുക്കാം. ആ ഒരു സ്ക്വയർ നെക്കിൻ്റെ ആ ഭാഗത്ത് എന്തെങ്കിലും ചെറുതായിട്ട് ഇതുപോലെ വിരിച്ച് വരയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിന് ചെറുതായിട്ടൊരു വിരിവ് ഷേപ്പ് ഉള്ളിൽ വരും. അത് സ്ട്രെയിറ്റ് ആയിട്ട് മതിയെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാം. ഇനി സ്റ്റിഫ് ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റെ 2 സൈഡും ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് നമ്മുടെ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് എളുപ്പം ആവാനായിട്ടുള്ളൊരു മെത്തേഡാണത്. ബാക്കി നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഇങ്ങനെയാണ് ഉള്ളിലൂടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ. ഇനി നമുക്ക് സ്റ്റിഫ് വയ്ക്കാണ്ടും ഇതുപോലെ നെക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതൊരു വേറൊരു മെത്തേഡുണ്ട്, അത് വേറെ വീഡിയോയിൽ കാണിക്കാം. ഇനി സ്റ്റിഫ് എങ്ങനെയാണ് നമ്മുടെ ക്ലോത്തിൽ അറ്റാച്ച് ചെയ്ത് നെക്ക് കറക്റ്റായിട്ട് വരുന്നത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിലാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ചെറുതായിട്ട് ഫസ്റ്റ് വീഡിയോ ആണ് ഈ ചാനലിൽ, അപ്പോൾ അതുകൊണ്ട് ചെറിയ മിസ്റ്റേക്സ് എന്തെങ്കിലും ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും. അത് അടുത്ത വീഡിയോസിലൊക്കെ നമ്മൾ ക്ലിയറാക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കമൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി നെക്കിൻ്റെ ബാക്കി നമ്മൾ ക്ലോത്ത് അറ്റാച്ച് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്യുന്നത് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.